ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റിയിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം, ഇതിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അപ്പോൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൽ കൂട്ടുകാർക്കെങ്കിലും അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, AI റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. അതേപോലെ റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആണ്. തസ്തികയുടെ പേര് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതേപോലെ ഒഴിവുകളുടെ എണ്ണം 83 ആണ്. ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ. അതേപോലെ ഇതിലേക്ക് ജോലിയുടെ ശമ്പളമായിട്ട് പറയുന്നത് 40,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. 1,40,000 രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ അപേക്ഷിക്കുന്ന അവസാന തീയതി മാർച്ച് 18 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത്. ആ പോസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് 13 വേക്കൻസികളും, അതേപോലെ ഹ്യൂമൻ റിസോഴ്സിലേക്ക് 66 വേക്കൻസികളും, അതേപോലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന പോസ്റ്റിലേക്ക് 4 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിലേക്ക് വരുന്ന പ്രായപരിധി 27 വയസ്സ് ആണ് മാക്സിമം ഏജ് ആയിട്ട് പറയുന്നത്. അതേപോലെ ഇതിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക് ഇൻ ഫയർ എഞ്ചിനീയറിംഗ്, അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്ന ഹ്യൂമൻ റിസോഴ്സിലേക്കും പറയുന്നത് ഗ്രാജുവേറ്റ് ആൻഡ് MBA ഓർ ഇക്വലൻ്റ് ആണ് പറയുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തായിട്ട് പറയാൻ പോകുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന പോസ്റ്റിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇൻ ഇംഗ്ലീഷ് ആണ് ചോദിക്കുന്നത്. അതിലേക്ക് 2 വർഷത്തെ ട്രാൻസ്ലേറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ ഇതിലേക്ക് വരുന്ന അപേക്ഷാ ഫീസ് നോക്കാം. അപേക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്കും അതേപോലെ PWD വിഭാഗക്കാർക്കും ഫീമെയിൽ കാറ്റഗറിക്കും ഫീസ് പറയുന്നില്ല. അതേപോലെ അതർ ആപ്ലിക്കൻസിന് വരുന്നത് 1000 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പേയ്മെൻറ്റൊക്കെ നടത്തേണ്ടതും അതേപോലെ അപേക്ഷ അയക്കേണ്ടതൊക്കെ ഓൺലൈൻ വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയായിരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.